പണ്ടൊക്കെ ഞാനൊക്കെ എത്രയാണ് ഡിഗ്രിക്കൊക്കെ പഠിക്കാൻ സമയത്ത് ജീൻസും ടോപ്പും ഒക്കെയാണ് കൂടുതലും ഇടുന്നത്. അത് ഒരു മോഡേൺ ഡ്രസ്സ് ആണല്ലോ അന്നൊക്കെ. ഇപ്പോഴേ കുറച്ചും കൂടെ ഭയങ്കരമായിട്ട് മോഡേൺ സ്ലീവ്ലെസ്സും ഒക്കെ നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത്. കാലം മാറുന്നതനുസരിച്ച് നമ്മൾ കോലം മാറണമെന്നാണല്ലോ. അപ്പോൾ അന്നൊക്കെ ഞാൻ ജീൻസും ഒക്കെ ഇടുന്ന സമയത്ത് എന്നൊക്കെ ഹെയറൊക്കെ നല്ലവണ്ണം കട്ട് ചെയ്ത് ഇടുമായിരുന്നു. ഇപ്പോഴാണ് കളറൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ അന്ന് ത്രെഡ് ചെയ്യുമായിരുന്നു, മുടി വെട്ടുമായിരുന്നു, ഇതുപോലെ മോഡേൺ ഡ്രസ്സൊക്കെ ഇടുമായിരുന്നു. അപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ ചില കുലപുരുഷന്മാർ ഉണ്ട്. അപ്പോൾ അവരെന്തോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്കിതൊന്നും ഇഷ്ടമല്ല, ജീൻസ് ഇടുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അവർ പറയുന്ന ഡയലോഗ്, എൻ്റെ ഭാര്യ എങ്ങാണോ ആയിരുന്നെങ്കിൽ ഞാൻ ഇതൊന്നും ഇടാൻ സംഭവിക്കത്തില്ല. അപ്പോൾ ഞാൻ പറയും, കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോൾ കാണാം ഭാര്യ എങ്ങനെയായിരിക്കും എന്നുള്ളത് എന്നൊക്കെ ഞാൻ അങ്ങനെ പറയുമായിരുന്നു. പക്ഷേ കല്യാണമൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞു, ഭാര്യമാരൊക്കെ വീട്ടിലുണ്ട്. ഞാൻ മൂക്കൂത്തി പോലും ഇടുന്ന ഇഷ്ടമില്ലാത്തവരുണ്ടായിരുന്നു എൻ്റെ ഫാമിലിയിൽ. അതിന് വരെ കുറ്റം പറഞ്ഞവരുണ്ട്. എൻ്റെ ഹെയർ കട്ട് ചെയ്തതിന് ആ ഹെയർ കട്ട് ചെയ്ത വ്യക്തിയുടെ വീട്ടിൽ പോയി ചീത്ത വിളിച്ചവർ വരെ ഉണ്ട്. മനസ്സിലായ? അപ്പം അതൊക്കെ മോഡേണായിട്ട് നടക്കുന്നവർക്ക് ഇഷ്ടമല്ല. അപ്പം ഇപ്പം ഈ പ്രസൻറ്റിൽ ഇപ്പോൾ 2 വർഷത്തിനൊക്കെ മുന്നേ ഇപ്പോൾ ഇവരൊക്കെ കല്യാണം കഴിച്ച്. അപ്പം അപ്പം എനിക്ക് ആഗ്രഹം എല്ലാവരും നല്ലതുപോലെ നടക്കുക എന്നുള്ളതാണ്. പഴഞ്ചനായിട്ട് നടക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് നല്ലതുപോലെ നടക്കുക, അതാണ് എൻ്റെ ആഗ്രഹം. അപ്പം അവരുടെ ഭാര്യ ഇപ്പം ഇതുപോലെയൊക്കെയാണ്. ജീൻസ് ഇടുന്നു, ടോപ്പ് ഇടുന്നു, ബനിയൻ ഇടുന്നു, സ്ലീവ്ലെസ് ഒന്നും ഇടാറില്ല. അത് ഞാൻ പറയണമല്ലോ. മൂക്ക് കുത്തി, ഐബ്രോസ് ചെയ്യാറുണ്ട്, ഹെയർ കട്ട് ചെയ്യാറുണ്ട്, ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അവരും മാറി. മനസ്സിലായ? അന്ന് പറഞ്ഞൊരു ഡയലോഗുണ്ട്, എൻ്റെ ഭാര്യയെ കൊണ്ട് ഞാൻ ചുരിദാർ മാത്രമേ ഇടിപ്പിക്കത്തുള്ളൂ, സാരി മാത്രമേ ഇടിപ്പിക്കത്തുള്ളൂ എന്ന്. പക്ഷേ ഇന്ന് അവരുടെ ഭാര്യയും നമ്മളെ പോലെ മോഡേൺ ഡ്രസ്സാണ് ഇട്ടാണ് നടക്കുന്നത്. മോഡേൺ ഡ്രസ്സ് എന്ന് ഉദ്ദേശിച്ചത് ഇതുപോലെ ജീൻസും പാൻറ്റുമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഇപ്പം കുഴപ്പമില്ലേ എന്നാണ് എനിക്ക് അവരെടുത്ത് ചോദിക്കാനുള്ളത്, ഈ കുലപുരുഷന്മാരായ വ്യക്തികളുടെ അടുത്ത്. ഇപ്പോൾ കുഴപ്പമില്ലല്ലേ? കുഴപ്പം വേണ്ട, എന്നാലും ഇത് എനിക്ക് പറയണമല്ലോ ഇത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പം നിങ്ങളുടെ ഫാമിലിയിലും ഇതുപോലൊക്കെ കാണുമല്ലോ. ഇപ്പോഴും ഈ കുലപുരുഷന്മാരായിട്ട് നടക്കുന്നവരുണ്ട്. പക്ഷേ സ്വന്തം കാര്യത്തോടെത്തുമ്പോഴത്തേക്ക് അവർ അതൊക്കെ അങ്ങ് മാറ്റും. അതാണ് കാലം. എങ്ങനെ? മനസ്സിലായ? അപ്പോൾ ഇത് പറയാനായിട്ടാണ് ഞാൻ വന്നത്. നിങ്ങളുടെ ഫാമിലിയിലും കാണുമായിരിക്കും, അവരും മാറും, അതാണ്